ബി.ജെ.പിയിൽ നിന്നും ഇനിയും കൂടുതൽ പേർ കോൺഗ്രസിലേക്ക് വരുമെന്ന് പാലക്കാട് എം.എൽ.എ. രാഹുൽ മാങ്കൂട്ടത്തിൽ. സന്ദീപ് വാര്യർ കോൺഗ്രസിനെ സംബന്ധിച്ച് ഒരു അസറ്റ് തന്നെയാണ്. സന്ദീപിന്റെ സാന്നിധ്യം 2025 പാലക്കാട് മുനിസിപ്പാലിറ്റി പിടിക്കാൻ കോൺഗ്രസിനെ സഹായിക്കുമെന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ തറപ്പിച്ചു പറയുന്നത്. സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക് വരുമ്പോൾ പല കോണുകളിലും അസ്വസ്ഥതകൾ ഉണ്ടാക്കാനുള്ള ശ്രമം ഉണ്ടായി. വർഗീയതയുടെ ചേരിയിൽ നിന്നും ഒരാൾ കുറഞ്ഞാൽ പോലും അത് മതേതരത്വത്തിന്റെ വിജയമാണെന്ന് അന്ന് കോൺഗ്രസ് നേതൃത്വം വ്യക്തമാക്കിയിട്ടുണ്ട്. സന്ദീപിന്റെ വരവോടെ പാലക്കാട് മുനിസിപ്പാലിറ്റി 2025 കോൺഗ്രസ് ഭരിക്കും. രാജ്യം ഭരിക്കുന്ന പാർട്ടി വിട്ട് സംസ്ഥാനത്ത് തന്നെ അധികാരത്തിലില്ലാത്ത പാർട്ടിയിലേക്ക് വരുന്നത് ആശയപരമായ ദൃഢത കൊണ്ടാണ്. ബി.ജെ.പിയുടെ സംസ്ഥാന അധ്യക്ഷനെ പോലെയല്ല അങ്ങാടിയിൽ ഇറങ്ങിയാൽ നാലാളറിയുന്ന നേതാവാണ് സന്ദീപ് വാര്യർ. അദ്ദേഹം കോൺഗ്രസിന് അസറ്റ് തന്നെയാണ്. ഇനി അത് ഡിപ്പോസിറ്റ് ആകും. കൂടുതൽ ഡിപ്പോസിറ്റുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുമെന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ അവകാശപ്പെടുന്നത്. അതേസമയം പാലക്കാട് എം.എൽ.എ.ആയി സത്യപ്രതിജ്ഞ ചെയ്തതിനു പിന്നാലെ നെൽ കർഷകരുടെ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയന് നിവേദനം നൽകിയിരുന്നു രാഹുൽ. നെല്ലിന്റെ സംഭരണവുമായി ബന്ധപ്പെട്ട് കർഷകർ വലിയ ദുരിതത്തിലാണെന്നും താങ്ങുവില വർദ്ധിപ്പിക്കണമെന്നും എം.എൽ.എ. നിവേദനത്തിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. തിരഞ്ഞെടുപ്പ് പ്രചരണ വേളയിൽ മന്ത്രിമാരും LDF MLA-മാരും നെൽകർഷകർക്ക് ഒട്ടേറെ വാഗ്ദാനങ്ങൾ നൽകിയെന്നും അത് നടപ്പാക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ ഉണ്ടാകണമെന്നുമാണ് രാഹുൽ ചൂണ്ടിക്കാട്ടിയത്. നെല്ലിന് കിലോയ്ക്ക് 31 രൂപയെങ്കിലും നൽകി കർഷകരിൽ നിന്നും നെല്ല് സംഭരിക്കണം. സംഭരിച്ച നെല്ലിന്റെ വില ഉടൻ തന്നെ കർഷകരുടെ അക്കൗണ്ടിലേക്ക് നൽകണം. കുടിശ്ശികയായിട്ടുള്ള ആനുകൂല്യങ്ങൾ ഉടൻ കൈമാറണം. സംഭരണം കുറ്റമറ്റ രീതിയിൽ നടപ്പാക്കാൻ കൃത്യമായ സംവിധാനമുണ്ടാകണം. സംഭരണത്തിൽ ഇടനിലക്കാരെ ഒഴിവാക്കണം. രാസവള വില വർധനവ് ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ ഇടപെടൽ ഉറപ്പുവരുത്തണം തുടങ്ങിയ ആവശ്യങ്ങളും നിവേദനത്തിലുണ്ട്. അതേസമയം കഴിഞ്ഞ ദിവസം സത്യപ്രതിജ്ഞാ ചടങ്ങിൽ നടന്ന ഒരു സംഭവമാണ് ഇപ്പോൾ ചർച്ചയാകുന്നത്. അതായത് MLA-മാരായി സത്യപ്രതിജ്ഞ ചെയ്ത രാഹുൽ മാങ്കൂട്ടത്തിലിനും UR പ്രദീപിനും നീല ട്രോളി ബാഗ് സമ്മാനമായി സ്പീക്കർ AN ഷംസീർ നൽകിയതാണ് പുതിയ ചർച്ചാ വിഷയം. പാലക്കാട് ഉപതിരഞ്ഞെടുപ്പിൽ വലിയ ചർച്ചയായ സംഭവമായിരുന്നു UDF നീല ട്രോളി ബാഗിൽ കള്ളപ്പണം കടത്തിയെന്ന ആരോപണം. അതുകൊണ്ട് തന്നെ പുതിയ MLA-മാർക്കുള്ള സമ്മാനം നീല ട്രോളിയായത് നിയമസഭാ ഹാളിൽ ചിരി പടർത്തി. ഭരണഘടന, നിയമസഭാ ചട്ടങ്ങൾ എന്നിവ സംബന്ധിച്ച പുസ്തകങ്ങൾ ഉൾപ്പെടെയുള്ളവയാണ് സ്പീക്കർ നൽകിയ ട്രോളി ബാഗിൽ ഉണ്ടായിരുന്നത്. എല്ലാ പുതിയ MLA-മാർക്കും ബാഗ് നൽകാറുണ്ടെന്നും ഇത്തവണ ആകസ്മികമായി നീല നിറമായതാണെന്നുമാണ് സ്പീക്കറുടെ ഓഫീസിന്റെ വിശദീകരണം. ചേലക്കര നിയോജക മണ്ഡലം MLA-ആയി UR പ്രദീപും പാലക്കാട് നിയോജക മണ്ഡലം MLA-ആയി രാഹുൽ മാങ്കൂട്ടത്തിലും നിയമസഭാ സ്പീക്കർ AN ഷംസീറിന്റെ മുൻപാകെയാണ് സത്യപ്രതിജ്ഞ ചെയ്തത്.